وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم صدق الله العظيم. ബഹുമാനമുള്ള ഉസ്താദുമാരെ, സ്നേഹധന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മയുമായി ബന്ധപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, പ്രസ്ഥാന ബന്ധുക്കൾ, ഉസ്താദുമാര്, ശിഷ്യന്മാര്, ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, നാം ദ്വാരക്കാമെന്ന് ഏറ്റെടുത്തവരെല്ലാവരെയും അവന്റെ സജ്ജനങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമുക്കും അവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ലോകത്തും ഇസ്സത്തും റാഹത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും പരലോകം അല്ലാഹു സന്തോഷമാക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 127 ആയത്ത് മുതൽ ആണ് നമ്മൾ ഓതിയിട്ടുള്ളത്. കഴിഞ്ഞ ആയത്തിൽ സൂചിപ്പിച്ചു, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയത്തിന്റെ പരിസരം അത് ഹറമാക്കി മാറ്റാൻ ദുആ ചെയ്യുകയും അതേപോലെ തന്നെ നിർഭയത്വത്തിന്റെ കേന്ദ്രമാക്കാനും അവിടെയുള്ള ആളുകൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്ന സംവിധാനം ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ ദുആ ചെയ്തു. വിശ്വാസികളെ പ്രത്യേകമായി എടുത്തു പറഞ്ഞെങ്കിലും അള്ളാഹു ആ ദുആ സ്വീകരിക്കുകയും വിശ്വാസികൾക്ക് മാത്രമല്ല അല്ലാത്തവർക്ക് കൂടി കുറച്ചു കാലത്തേക്ക് ഭൗതിക വിഭവങ്ങൾ നൽകാമെന്നും പിന്നീട് അവരെ അതേ കാഴ്ചപ്പാടിൽ തന്നെ മരിച്ചു പോവുകയാണെങ്കിൽ പരലോകത്ത് നരകത്തിലേക്കായിരിക്കും കൊണ്ടുപോവുക എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത്. ഇനി വൈദി യർഫഉ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉയർത്തിയ സന്ദർഭം, അൽ ഖവാഇദ മിനൽ ബൈത്തി, കഅബയിൽ നിന്നുള്ള അതിന്റെ തറയെ അല്ലെങ്കിൽ അതിന്റെ തൂണുകളെ ഒക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉയർത്തിയ സന്ദർഭം. ഇസ്മായിൽ നബി അലൈഹിസ്സലാമും രണ്ടുപേരും കൂടെ ആ കഅബത്തിന്റെ നിർമ്മാണം നിർവഹിച്ച് അതിന്റെ തൂണുകൾ, അതിന്റെ തറ ഉയർത്തുന്ന ഘട്ടം, ആ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, റബ്ബനാ തഖബ്ബൽ മിന്ന, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഇത് നീ സ്വീകരിക്കണമേ എന്ന്. കാരണം ഇന്നക അൻത സമീഉൽ അലീം, നീയാണ് അടിമകളുടെ പ്രാർത്ഥന കേൾക്കുന്നവനും അവരുടെ മനസ്സറിയുന്നവനും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും നടത്തിയിട്ടുള്ള ഈ മഹത്തായ പ്രാർത്ഥന, അതോടൊപ്പം ഒന്നുകൂടി പ്രാർത്ഥിച്ചു, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ വജഅൽനാ മുസ്ലിമൈനി ലക, ഞങ്ങളെ രണ്ടുപേരെയും നിനക്ക് അനുസരിക്കുന്നവരുടെ കൂട്ടത്തിൽ അനുസരിക്കുന്നവരാക്കണം നീ. ഒമിൻ ദുർരിയത്തിന, ഞങ്ങളുടെ സന്താന പരമ്പരകളിൽ നിന്നും ഉമ്മത്തം മുസ്ലിമത്തല്ലക്ക, നിന്നെ അനുസരിക്കുന്ന ഒരു സമൂഹത്തെ, ഒരു വിഭാഗത്തെ നീ ഉണ്ടാക്കണം. അരിന മനാസിക്കന, ഞങ്ങളുടെ കർമ്മങ്ങളുടെ രൂപങ്ങൾ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം. വതുബ അലൈന, ഞങ്ങളുടെ മേലിൽ നീ പശ്ചാത്താപം സ്വീകരിക്കുകയും വേണം. കാരണം ഇന്നക അൻത തവ്വാബു, നീ അടിമകളുടെ പശ്ചാത്താപം വല്ലാതെ സ്വീകരിക്കുന്നവനും അർറഹീമു, അവരോട് കരുണയുള്ളവനുമാകുന്നു. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും, അവരിൽ അഥവാ ഈ സന്താന പരമ്പരകളിൽ അവരിൽ നിന്നു തന്നെയുള്ള ഒരു റസൂലിനെ നീ നിയോഗിക്കണമേ. ആ റസൂൽ യത്ലു അലൈഹിം ആയാതിക, നിന്റെ ഖുർആനിക സൂക്തങ്ങൾ അവർക്ക് ഓതിക്കൊടുക്കുന്ന, യുഅല്ലിമുഹുൽ കിതാബ, ഗ്രന്ഥം അവർക്ക് പഠിപ്പിക്കുകയും, വൽ ഹിക്മത,
മറ്റു വിജ്ഞാനങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും യുസക്കീഹിം അവരെ എല്ലാ അരുതായ്മകളിൽ നിന്നും സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു റസൂലിനെ നീ അവരിലേക്ക് നിയോഗിക്കുകയും ചെയ്യണമേ. ഇന്നക അന്തൽ അസീസു, എന്ത് തീരുമാനിച്ചാലും നടപ്പാക്കാൻ പ്രതാപമുള്ളവനാണ് നീ, അൽ ഹക്കീമു തീരുമാനങ്ങളിലെല്ലാം യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും അള്ളാഹുവോട് നടത്തിയ പ്രധാനപ്പെട്ട 3 പ്രാർത്ഥനകളുടെ വിവിധ വശങ്ങളാണ് ഈ ആയത്തുകളിൽ അനാവരണം ചെയ്യുന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള 4ാമത്തെ കാര്യമാണ് ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത്. അതായത് മുമ്പ് 3 കാര്യം പറഞ്ഞിട്ടുണ്ട്. വഹുവ, അതേതാണ് ഈ കാര്യം? അന്നഹുമ ഇൻദ ബിനാഇൽ ബൈത്തി ദക്കറ സലാസത്തൻ മിനദ് ദുആഇ, കഅബാലയത്തിന്റെ നിർമ്മാണ സമയത്ത് 3 പ്രാർത്ഥനകൾ അവർ നടത്തി. ആ നടത്തിയ 3 പ്രാർത്ഥനകളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ഇവിടെ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, 1ാമത്തെ വിഷയം ഇഖ്തലഫു ഫി അന്നഹു ഹൽ കാന ഇസ്മായിലു അലൈഹിസ്സലാം ശരീകൻ ലി ഇബ്രാഹിം അലൈഹിസ്സലാം ഫി റഫ്ഇ ഖവായിദിൽ ബൈത്തി വ ബിനാഇഹി, കഅബത്തിന്റെ നിർമ്മാണത്തിന്റെ രംഗത്ത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ പങ്കാളിയായിരുന്നോ അതോ പങ്കാളി ആയിരുന്നില്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. എന്നാൽ കാലൽ അക്സറൂന, ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് ഇന്നഹു കാന ശരീകൻ ലഹു ഫീ ദാലിക, കഅബത്തിന്റെ പുനർനിർമ്മാണത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്നോട് പങ്കാളിയായിരുന്നു ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം എന്നാണ്. വത്തഖദീറു വൈദ് യർഫഉ ഇബ്രാഹിമു വ ഇസ്മായിലുൽ ഖവായിദ മിനൽ ബൈത്തി എന്നാണ്. അതായത് ആയത്തിൽ പറഞ്ഞ വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്തി വ ഇസ്മായിലു എന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞപ്പോ അവിടെ യഥാർത്ഥത്തിൽ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം അതിൽ പങ്കാളി അല്ല എന്നൊന്നും വരൂല. യഥാർത്ഥത്തിൽ അതിന്റെ ഘടന അനുസരിച്ച് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അൽ ഖവായിദ മിനൽ ബൈത്തി എന്നാണ് പറയേണ്ടത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റു പല ഫായിദകളും കൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. വദ്ദലീലു അലൈഹി അന്നഹു തആല അതഫ ഇസ്മായിൽ അലാ ഇബ്രാഹിമ, എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബിയോടൊപ്പം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും കഅബാലയത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയായിരുന്നു എന്ന് പറയുന്നത്? വൈദ് യർഫഉ ഇബ്രാഹിമു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബത്തിന്റെ തറ ഉയർത്തുന്ന സന്ദർഭത്തിൽ, വൈസ്മായിലു ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ഉയർത്തുന്ന സന്ദർഭത്തിൽ. അപ്പൊ ഉയർത്തുന്നതിൽ ആരുണ്ട്? ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ഉണ്ട് എന്ന് ഇബ്രാഹിമു എന്നതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് ആര് പറഞ്ഞിരിക്കുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഫലാ ബുദ്ദ വഅയ്യകൂന ദാലിക ലതഫു ഫീ ഫഇലി മിനൽ അഫ്ആലി അല്ലതി സലഫ ദിക്റുഹാ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഇസ്മായിൽ നബിയും എന്തോ ഒരു പണി ചെയ്തു എന്ന് അല്ലാഹു തആല പറയുമ്പോ ആ പറഞ്ഞ പണി ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? കഅബത്തിന്റെ നിർമ്മാണം എന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിർമ്മാണത്തിൽ ആരും പങ്കാളിയാണ്? ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും പങ്കാളിയാണ് എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ പങ്കാളിത്തം എങ്ങനെയായിരുന്നു ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ പങ്കാളിത്തം? സുമ്മ ഇന്ന ഇഷ്തറാക്കഹുമാ ഫീ ദാലിക യഹ്തമിലു വജ്ഹൈനി, രണ്ടാളും പങ്കാളിയായി എന്ന് പറയുന്നത് 2 രൂപത്തിലാകാം. ഒന്ന് അൻയസ്തരിക ഫിൽ ബിനായി വ റഫിൽ ജുദറാനി, കഅബാലയത്തിന്റെ തറ ശരിയാക്കുന്നതിലും അതിന്റെ മതിലുകൾ പടുത്തുയർത്തുന്നതിലും ഒക്കെ ഒന്നിച്ചു പങ്കാളിയായി എന്നാവാം. വസാനി, രണ്ടാമത്തത് അയ്യക്കൂന അഹദുഹുമാ ബാനിയൻ ലിൽ ബൈത്തി വൽ ആഖറു യർഫഉ ഇലൈഹിൽ ഹജറ വത്തീന, ഒരാള് നിർമ്മാണം നടത്തുകയും മറ്റേയാൾ ഹെൽപ്പറായി മണ്ണും അതേപോലെ കല്ലും ആവശ്യമായിട്ടുള്ള മറ്റു സാങ്കേതിക സംഗതികളുമൊക്കെ ഒരുക്കി കൊടുക്കുന്ന പണി. വയുഹയ്യുലഹുൽ ആലാത്ത് വൽ അദ്വാത്ത്, ആവശ്യമായിട്ടുള്ള വെള്ളവും അതുപോലെ തന്നെ മറ്റു സാമഗ്രികളുമൊക്കെ അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ആ ഉത്തരവാദിത്തം നിർവഹിച്ചതുമാകാം. അതായത് രണ്ടുപേരും നിർമ്മാണത്തിൽ തന്നെ പങ്കാളിയായോ അതല്ല ഒരാൾ ഹെൽപ്പറായിട്ട് നിന്നോ എന്നതിൽ. പക്ഷെ ഹെൽപ്പറായിട്ട് നിന്നാലും എന്ത് വയലൽ വജ്ഹൈനി, ഹെൽപ്പറായിട്ട് നിന്നാലും തസിഹു ഇലാഫത്തുർ റഫീലഹിമ, രണ്ടാളും കൂടെയാണ് അതിന്റെ പണിയെടുത്തതെന്ന് പറയാവുന്നതാണ് അല്ലേ? ഇപ്പൊ ഇവിടെയൊക്കെ തന്നെ ഹെൽപ്പർമാരുണ്ടായാലും അവരും തന്നെ ആ പണിയെടുത്ത കൂട്ടത്തിലല്ലേ, ആ ജോലി ചെയ്ത കൂട്ടത്തിലാ പരിഗണിക്കുക. അതുകൊണ്ട് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം കഅബാലയത്തിന്റെ നിർമ്മാണത്തിൽ തന്നെ പങ്കാളിയായിരുന്നു എന്ന വിഷയത്തിൽ എന്റെ ആവശ്യമല്ല.
വാസ്തവത്തിൽ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ചില പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്നെ പ്രബലമല്ല അല്ലെങ്കിൽ ബലഹീനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് പ്രബല അഭിപ്രായം എങ്ങനെയാണെന്ന് പറയേണ്ടി വന്നത്, കൂടുതലാളും ഇങ്ങനെ പറഞ്ഞെന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ചില പണ്ഡിതന്മാർ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഒമിനൻ നാസിമൻ കാല, ജനങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞവരുണ്ട്, ഇന്ന ഇസ്മായിൽ ഫീ ദാലിക്കൽ വഖ്തി കാന തുഫിലൻ സഗീറൻ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബത്തിന്റെ പണി നടത്തുന്ന സമയത്ത് ഇസ്മായിൽ നബി ചെറിയ കുട്ടിയായിരുന്നു എന്നാണ് ചില റിപ്പോർട്ടുകളിൽ വന്നത്. അതെന്താ, ലമ്മാ ബനൽ ബൈത്ത, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബത്തിന്റെ നിർമ്മാണം നടത്തി, എന്നിട്ട് ഖറജ, താൻ പോകാനിറങ്ങി, വ ഖലഫ ഇസ്മായിൽ വ ഹാജർ, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ ഹാജർ ബീവിനെ അവിടെ നിർത്തിയിട്ട് പോകാനിറങ്ങി. അപ്പൊ ഫഖാല, രണ്ടുപേരും ചോദിച്ചു, ഇലാമൻ തക്കിലുന, ഞങ്ങൾ ആരെ ഏൽപ്പിച്ചിട്ടാണ് നിങ്ങൾ പോണത് എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു. ഫഖാല ഇബ്രാഹിമു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞപ്പോൾ, ഇലല്ലാ, അള്ളാഹുലേക്ക് ഏൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഭാര്യയെയും അതേപോലെ മകനെയും അവിടെ ഏൽപ്പിച്ചു പോയി. അവർ കൊണ്ടുവന്നിരുന്ന ഭക്ഷണവും മറ്റു സംഗതികളൊക്കെ തീർന്നു പോകുന്നു. ഫാതശ ഇസ്മായിലു, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് ദാഹം വന്നു. ഫലം യറ ശൈഅൻ മിനൽ മായി, വെള്ളമൊന്നും അവിടെ കാണാനില്ല. അവിടെ നേരത്തെ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് പിന്നെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് വെള്ളത്തിന് ദാഹം വന്ന ആ ഒരു ഘട്ടത്തിൽ ഫനാദാഹുമാ ജിബ്രീലു അലൈഹി ഇസ്ലാം, ജിബ്രീൽ അലൈഹി ഇസ്ലാം ഹാജർ ബീവിയെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും വിളിക്കുകയും അങ്ങനെ പിന്നെ തന്റെ വിരലുകൊണ്ട് ഭൂമിയിലേക്ക് ചെറിയൊരു ഒരു തോണ്ടൽ തോണ്ടിയപ്പോ അല്ലെങ്കിൽ മാന്തിയപ്പോ ഫനബാത്ത് സംസമു, സംസം ഉയർന്നു വരികയും ചെയ്തു എന്ന ഒരു ചരിത്രം. അതിലിപ്പോ ചരിത്രത്തിന്റെ ചില പിന്നെ ഈ സന്ദർഭം എപ്പോഴാ എന്ന ചർച്ച ഒഴിവാക്കിയാല് ബഹുമാനപ്പെട്ട സംസം എന്ന് പറയുന്ന അത്ഭുതകരമായ വെള്ളത്തിന്റെ പിന്നെ ഉത്ഭവമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇതിന്റെ സമാനമായ ചരിത്രങ്ങൾ ഇസ്ലാമിക ലോകത്ത് സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ആ സംഭവം കഴിയുന്നതിന്റെ മുമ്പ് ആണ് കഅബ നിർമ്മിച്ചത് എന്നതാണ് ഇവിടെ എന്ത് പ്രബല അല്ലാത്ത ചരിത്രം എന്ന് പറയുന്നത്. മറിച്ച് സംസമിന്റെ ഉത്ഭവവും അതുമായിട്ട് ബന്ധപ്പെട്ട സംഗതികൾ, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം കാലിട്ടടിച്ചെടുത്തുനിന്ന് വെള്ളം വന്നതും അടക്കമുള്ള സംഗതികൾ, ഹാജർ ബീവി റളിയല്ലാഹു അൻഹ വെള്ളത്തോട് ഇങ്ങനെ അടങ്ങി നിൽക്കാൻ വേണ്ടി പറഞ്ഞതും സംസം എന്ന് പറഞ്ഞതും വിളിച്ചതും ഒക്കെ ആയിട്ടുള്ള ചരിത്രങ്ങൾ ഇസ്ലാമിക ലോകത്ത് സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ചരിത്രമാണ്. പക്ഷെ ആ സംഭവം നടന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബയുടെ നിർമ്മാണം നടത്തിയതിന് ശേഷമാണോ അല്ല എന്നതാണ് എന്ത് ആ വിഷയത്തിൽ അതിന് ശേഷമല്ല. അപ്പൊ മറിച്ച് കഅബന്റെ നിർമ്മാണം പിന്നെയാണ് എന്ത് ചെയ്യണത്, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം കൂടി അതിൽ പങ്കാളിയാവാനുള്ള ഒരു പ്രായത്തിലേക്കും പരുവത്തിലേക്കും എത്തിയതിനു ശേഷമാണ് എന്ത് നടക്കുന്നത്, കഅബത്തിന്റെ നിർമ്മാണം നടക്കുന്നത് എന്നാണ് ചരിത്രം. അതുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും കൂടെ തന്നെ പണിയെടുത്തു എന്ന ചർച്ചയ്ക്ക് പകരം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം അന്ന് കുട്ടിയായിരുന്നു എന്ന് പറയുന്ന വ്യാഖ്യാനം. എന്നാ പിന്നെ ഇബ്രാഹിം നബി ദുആയിൽ കൂടി എന്ന് അറിയണ്ടല്ലോ, അത് ദുആ പിന്നെ നടക്കുന്നതാണ്. ദുആയിൽ പിന്നെ യകൂനു ഇസ്മായിൽ ശരീകം ഫി ദുആഇ ലാ ഫിൽ ബിനാഇ, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ദുആയിൽ മാത്രമാണ് പങ്കാളി, നിർമ്മാണത്തിൽ പങ്കാളിയല്ല എന്ന് പറയുന്ന ആ വ്യാഖ്യാനം വഹാദ തവീലു ദഈഫുൻ, അതൊരു പ്രബലമല്ലാത്ത ബലഹീനമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. എന്നാലും പണ്ഡിതന്മാർക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ട് എന്നതുകൊണ്ടാണ് കൂടുതൽ പണ്ഡിതന്മാരും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും കഅബത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയായിരുന്നു എന്ന് പറഞ്ഞത്. ഏതായാലും ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ഈ കഅബത്തിന്റെ നിർമ്മാണം നടത്തുമ്പോൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇനി വിശദീകരിക്കുന്നത് വഅലം അന്നല്ലാഹ തആല ഹക്ക അൻഹുമാ ബഅദ ദാലിക സലാസത അൻവാഇ മിനദ് ദുആഇ, 3 സൈസ് പ്രാർത്ഥനകൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും നടത്തിയതായിട്ടാണ് അല്ലാഹു തആല വിശദീകരിക്കുന്നത്. ഒന്ന് റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം, ല്ലേ? വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. അപ്പൊ തഖബ്ബൽ മിന്ന, ആദ്യത്തെ റബ്ബന പറഞ്ഞാൽ അള്ളാഹുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് ഞങ്ങളിൽ നിന്ന് ഇത് നീ സ്വീകരിക്കണമേ, ഈ സ്വീകരിക്കണം എന്ന് പറയുന്ന ആ പ്രയോഗമാണ് ഒന്നാമത്തെ പ്രാർത്ഥനയുടെ ഭാഗം. അത് നമ്മളെല്ലാവരും നമ്മുടെ ഓരോ ഇബാദത്തിന്റെ സമയത്തും ശ്രദ്ധിക്കേണ്ട ചില ആത്മീയ വശങ്ങൾ അതിലടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു അതിന്റെ വിശദീകരണം നടത്തുകയാണ്. ഇഖ്തലഫു ഫി തഫ്സീരി ഖൗലി തഖബ്ബൽ മിന്ന. തഖബ്ബൽ മിന്ന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ, അതിന്റെ വ്യാഖ്യാനം എന്താ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ വിവിധ വീക്ഷണമുണ്ട്. ഒന്ന്, കുല്ലു അമലിൻ യഖ്ബലുഹു അല്ലാഹു തആല ഫഹുവ യുസീബു സാഹിബഹു വയറല്ലാഹു മിൻഹു.
അല്ലാഹു തആല സ്വീകരിക്കുന്ന ഏതൊരു കർമ്മമായാലും ആ കർമ്മത്തിന്റെ പേരിൽ അല്ലാഹു തആല അത് ചെയ്ത ആൾക്ക് പ്രതിഫലം നൽകുകയും ചെയ്തയാളെ അല്ലാഹു തആല പൊരുത്തപ്പെടുകയും ചെയ്യും. ഒരു കർമ്മം ഒരാൾ ചെയ്തു, ആ ചെയ്തത് അല്ലാഹു തആലാക്ക് ഇഷ്ടമാണെങ്കിൽ, അത് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ കർമ്മത്തിന് അല്ലാഹു തആല അദ്ദേഹത്തിന് പ്രതിഫലം നൽകുകയും അങ്ങനെ ഒരു സുഹൃതം ചെയ്തയാളെ അല്ലാഹു തആല സ്നേഹിക്കുകയും ചെയ്യും, ഇഷ്ടപ്പെടുകയും ചെയ്യും. അതേ സമയത്ത് വല്ലദീല യസീബുഹു അലൈഹി വലാ യർല്ലാഹു മിൻഹു ഫവൽ മർദൂദു, അല്ലാഹു തആല പ്രതിഫലം നൽകാതിരിക്കുകയും അല്ലാഹു അത് ചെയ്തയാളെ പൊരുത്തപ്പെടാതിരിക്കുകയും ചെയ്താലോ ആ പ്രവർത്തനമാണ്, ആ കർമ്മം അത് റിജക്റ്റ് ചെയ്യപ്പെടുന്നതാണ്, തള്ളപ്പെടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഫഹാഹുന അബ്ബറാൻ അഹദിൽ മുതലാസിമൈനി ബിസ്മില്ലാഹി, പരസ്പര പൂരകങ്ങളായ രണ്ടിൽ നിന്ന് ഒന്നിനെ സംബന്ധിച്ച് മറ്റേ പ്രയോഗം എന്ത് ചെയ്തതാണ്, അതിനെ മറ്റൊരു വശമായിട്ടുള്ള പ്രയോഗം നടത്തിയതാണ്. അതായത് ഞങ്ങളിൽ നിന്നത് സ്വീകരിക്കണേ പടച്ചോനെ എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം ഞങ്ങൾക്കിതിന് പ്രതിഫലം തരികയും നീ ഞങ്ങളെ പൊരുത്തപ്പെടുകയും ചെയ്യണമേ എന്നാണ്. അപ്പൊ റബ്ബന തഖബ്ബൽ മിന്ന എന്ന് പറയുന്ന ആ പ്രാർത്ഥനയുടെ സാരാംശം, പടച്ചോനെ ഇതിന് നീ ഞങ്ങൾക്ക് പ്രതിഫലം തരികയും ഞങ്ങളെ തൊട്ട് നീ പൊരുത്തപ്പെടുകയും ചെയ്യണമെന്നാണ്. അപ്പൊ ഫദിക്റുൽ ലഫ്ളിൽ ഖബൂലി, കബൂൽ എന്ന പദം, റബ്ബന തഖബ്ബൽ മിന്ന എന്ന് പറഞ്ഞില്ലേ, അതിന് വന്ന കബൂൽ സ്വീകാര്യത എന്നത്, കബൂലി, കബൂൽ എന്ന പദം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു. അതായത് റബ്ബന തഖബ്ബൽ മിന്നാന്ന് വറാദ ബിഹി, എന്നിട്ട് അതുകൊണ്ട് മഹാൻ ഉദ്ദേശിച്ചു അസ്സവാബ വര്യല്ല, പടച്ചോന്റെ പൊരുത്തവും അതേപോലെ തന്നെ അവന്റെ പ്രതിഫലവും പ്രതീക്ഷിക്കുകയും ചെയ്തു. കാരണം അന്ന തഖബ്ബുല, ഈ തഖബ്ബുൽ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഹുവ അൻ യഖ്ബല റജുലു മാ യുഹദാ ഇലൈഹി, തന്നിലേക്ക് ഹദിയയായി സമ്മാനമായി നൽകപ്പെടുന്നത് സ്വീകരിക്കലാണ് തഖബ്ബുൽ. ഫശബ്ബഹൽ ഫിഅല മിനൽ അബ്ദി ബിൽ അതിയത്തി, അപ്പോൾ ഇവിടെ അടിമ ചെയ്യുന്ന അവന്റെ അടിമയിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനത്തെ, അഥവാ ഇവിടെ ഇപ്പൊ കഅബത്തിന്റെ നിർമ്മാണം, ആ പ്രവർത്തനത്തെ ഒരു ഹദിയയോട്, അത് അറിഞ്ഞു നൽകുന്ന ഒരു സമ്മാനത്തോട് ഉപമിച്ചു. വരിള മിനല്ലാഹി തആല, അള്ളാഹുവിൽ നിന്നുള്ള പൊരുത്തത്തെ ബിൽ ഖബൂലി, ആ ഹദിയ സ്വീകരിക്കുന്നതിനോടും ഉപമിച്ചു. അങ്ങനെ അത് രണ്ടും കൂടെ ഉൾപ്പെടാൻ വേണ്ടിയാണ് തഖബ്ബൽ മിന്ന എന്ന പദം പറഞ്ഞത്. അഥവാ പടച്ചോനെ ഞങ്ങളിൽ നിന്നത് സ്വീകരിക്കണേ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അടിമകൾ എന്ന നിലക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കർമ്മം, ഒരു സുഹൃതം പടച്ചോനെ നിനക്ക് സമ്മാനമായി ഞങ്ങൾ ഇതാ സമർപ്പിക്കുന്നു. അപ്പൊ യജമാനനായ നീ ആ സമ്മാനം സ്വീകരിക്കുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ട്, ആ സമ്മാനം സ്വീകരിച്ചാൽ നിന്നിൽ നിന്നുണ്ടാകുന്ന സംഗതിയാണ് ഞങ്ങൾക്കുള്ള പൊരുത്തം എന്നത്, ആ പൊരുത്തം നീ ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് ഇങ്ങനെ ഒരു പ്രയോഗത്തിന്റെ ഈ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. അഥവാ റബ്ബന തഖബ്ബൽ മിന്ന, പടച്ചോനെ ഞങ്ങളിൽ നിന്ന് ഇതിന് സ്വീകരിക്കണേ എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ മഹത്തായ കർമ്മം അത് നീ അതിന് പ്രതിഫലം തരികയും ഇങ്ങനൊരു സുഹൃതം ചെയ്യാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഞങ്ങളെ തൊട്ട് നീ പൊരുത്തപ്പെടുകയും ചെയ്യണേ എന്ന പ്രധാനപ്പെട്ട രണ്ട് ആശയം അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ നിരീക്ഷണം. എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയണത് തഖബ്ബുലും അതേപോലെ തന്നെ കബൂൽ എന്നതും തമ്മിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. കാരണം ഇന്ന തഖബ്ബുല ഇബാറത്തുൻ അന്ന യതകല്ലഫൽ ഇൻസാനു ഫീ ഖബൂലിഹി, തഖബ്ബുൽ എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ വേണ്ടി മനുഷ്യൻ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുക എന്നൊരാശയം കൂടെ അതിൽ അടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ, വദാലിക, അങ്ങനെ ഒരു പറയാൻ കാരണം ഇന്നമാ യകൂനു ഹൈസു യകൂനുൽ അമലു നാഖിസൻ ലാ യസ്തഹിഖു അൻ യുഖ്ബല, ഒരു കർമ്മം അതിൽ എന്തെങ്കിലും ന്യൂനതകളും കുറവുകളും ഉണ്ടായാൽ അത് സ്വീകരിക്കപ്പെടാൻ എന്താവില്ല, അത് അർഹമായിരിക്കില്ല. അപ്പോ അത് സ്വീകരിക്കപ്പെടാൻ അർഹമാകാത്തുമ്പോ പരമാവധി അത് സ്വീകാര്യമാക്കാനുള്ള കഠിനാധ്വാനം ആര് ചെയ്തിട്ടുണ്ട്, പടച്ചോനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് വരുത്താനാണ് തഖബ്ബൽ എന്ന പ്രയോഗം ആര് നടത്തിയത്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും നടത്തിയത്. അപ്പോൾ ഫഹാദ, ഈ അർത്ഥമനുസരിച്ച് തഖബ്ബൽ എന്ന പ്രയോഗം ഇഅ്തിറാഫും മിൻഹുമാ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും സമ്മതിക്കലാണ്, ബിത്തഖ്സീരി ഫിൽ അമലി, പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് വീഴ്ച വന്നിട്ടുണ്ടാവാം. അതേപോലെ തന്നെ വഅ്തിറാഫും ബിൽ അജ്സി വൽ ഇൻകിസാർ, ഞങ്ങൾക്ക് ഇത്രേ ചെയ്യാൻ സാധിക്കൂ എന്ന ആ കഴിവ് കുറവ് സമ്മതിക്കലും പടച്ചവനിലേക്ക് എല്ലാ പ്രതീക്ഷയും അർപ്പിക്കുക എന്ന
ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു നല്ല ഗുണം, ആ നല്ല ഗുണം പ്രകടിപ്പിച്ചതുമാണ്. വഅയ്ലൻ എന്നു മാത്രമല്ല, ഫലം യകുനിൽ മഖ്സൂദു, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ഈ നിർമ്മാണം നടത്തിയതിന്റെ ഉദ്ദേശമല്ല സവാബി അലൈഹി, അതിന്റെ പേരിൽ അള്ളാഹു തആല പ്രതിഫലം കൊടുക്കലല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യാൻ പറഞ്ഞത് ചെയ്തു എന്ന ചാരിതാർത്ഥ്യം ഉണ്ടാകലാണ്. കാരണം ലിഅന്ന കൗനൽ ഫിഅലി, ഒരു പ്രവർത്തനം ആകൽ വാഖിഅൻ മൗഖിഅൽ ഖബൂലി മിനൽ മഖ്ദൂമി, ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം സ്വീകരിക്കും വിധത്തിലൊരു പ്രവർത്തനം ഉണ്ടാകൽ അലദ്ദു ഇൻദൽ ഖാദിമിൽ ആഖിലി, ബുദ്ധിമാനായ ഒരു സേവകന്റെ അടുത്ത് ഏറ്റവും രസമുള്ളതാണത്. മിൻ ഇഅ്താഇ സവാബി അലൈഹി, അതിന്റെ മേലിൽ അദ്ദേഹത്തിന് പ്രതിഫലം കിട്ടുന്നതിനേക്കാളും, അതേപോലെ തന്നെ അദ്ദേഹത്തിന് അതിന്റെ പേരിൽ സന്തോഷം ഉണ്ടാകുന്നതിനേക്കാളൊക്കെ ഏറ്റവും വലുതെന്താണെന്നറിയോ? ഇത് സ്വീകാര്യമാകുന്ന തൃപ്തികരമാകുന്ന വിധത്തിൽ ആർക്ക് വേണ്ടിയാണോ ചെയ്തതെങ്കിൽ അദ്ദേഹം സ്വീകരിക്കലാണ് എന്ന് പറഞ്ഞാൽ ഒരു ആധ്യാത്മികമായിട്ടുള്ളൊരു വല്ലാത്തൊരു വശം ഇതിന്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ തന്നെ ചെയ്യണ ഏത് ചെറിയ കാര്യമാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അതിന് കൂലി തരൽ നിർബന്ധമൊന്നുമില്ലല്ലോ. മറിച്ച് ഈ ലോകത്ത് ജീവിക്കാനും ഇവിടെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാനൊക്കെ അവസരം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയപ്പോ ആ നൽകപ്പെട്ട അവസരത്തിന് നന്ദി ചെയ്യുക എന്നതാണല്ലോ വാസ്തവത്തിൽ അടിമയുടെ കടമ. ആ കടമ നിർവഹിക്കുമ്പോൾ ആ കടമ നിർവഹിക്കുക എന്ന അവിടെയാണ് ഉബൂദിയ്യത്ത്, അടിമത്വം, അത് പ്രകടിപ്പിക്കുന്നിടത്താണ് വാസ്തവത്തിൽ ആർക്ക് സന്തോഷം ഉണ്ടാകേണ്ടത്? അടിമക്ക് സന്തോഷം ഉണ്ടാകേണ്ടത്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനോടും അല്ലാഹു തആല പറഞ്ഞു, അൻ തഖ്റ ബൈതിയ, എന്റെ വീട് നിങ്ങൾ ശുദ്ധീകരിക്കണം. ആർക്ക് വേണ്ടി? ലിത്വായിഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്, നിസ്കരിക്കുകയും തവാഫ് ചെയ്യുകയും ഭജനമിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങൾ എന്റെ ഭവനത്തെ ശുദ്ധീകരിക്കണം. അപ്പൊ ആ ശുദ്ധീകരണ പ്രക്രിയ സജീവമാക്കണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങളൊക്കെ പെട്ടതാണ്. അപ്പൊ അവര് കഅബാലയത്തിന്റെ നിർമ്മാണം നടത്തുന്നത് അള്ളാഹു പറഞ്ഞു എന്ന നിലക്കാണ്. അള്ളാഹു ആകുന്ന മഖ്ദൂം, അഥവാ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും സേവനം ചെയ്യുന്നത് അള്ളാഹു എന്ന ശക്തിക്ക് വേണ്ടിയാണ്. ആ മഖ്ദൂമാകുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അള്ളാന്റെ കൽപ്പന സ്വീകരിച്ചു, അതനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചു. ആ പ്രവർത്തനം അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തോടെ കണ്ടു എങ്കിൽ അതാണ് ഒരു വിശ്വാസിയുടെ, അടിമയുടെ, ഖാദിമിന്റെ മനസ്സിൽ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കേണ്ടത്. അല്ലാതെ എന്തല്ല, അതിന്റെ പേരിൽ അയാൾ തരുന്ന കൂലിയിലല്ല. ആത്മാർത്ഥത ഉള്ള ഒരു ഖാദിമാണെങ്കിലേ നമ്മളിപ്പോ ഒരു ഉസ്താദിനൊരു ഖിദ്മത്ത് ചെയ്തു നോക്കുക. ഉസ്താദിന് നമ്മളൊരു ഖിദ്മത്ത് ചെയ്തു. ആ ഖിദ്മത്ത് കഴിഞ്ഞപ്പോ ഉസ്താദ് എന്ത് ചെയ്തു? കുറച്ച് കാശ് നമുക്ക് തന്നു. എന്നാൽ ആ കാശ് കിട്ടുക എന്നതിലാണോ ഒരു ബുദ്ധിയുള്ള ഖാദിമായ ഒരു മുതഅല്ലിമായ കുട്ടി സന്തോഷിക്കുക? അല്ല. ആ ചെയ്തു കൊടുത്ത ഖിദ്മത്ത് ഉസ്താദിന് ഇഷ്ടപ്പെട്ടു. ഉസ്താദ് ഒന്നും കൂടി കൊടുത്തില്ലെങ്കിലും ശരി, ആ ചെയ്തു കൊടുത്ത ഖിദ്മത്ത് ഉസ്താദിന് ഇഷ്ടപ്പെട്ടു എന്നതാണ് ഒരു ബുദ്ധിയുള്ള കുട്ടി എന്താക്കുക, കാര്യാക്കുക. ഇത് മാതിരിയാണ് ഇവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞ റബ്ബനാ തഖബ്ബൽ മിന്ന എന്ന് പറഞ്ഞ ആ പ്രയോഗത്തിൽ എന്തുണ്ട്? ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന വിധത്തിൽ പടച്ചവനെ നിനക്ക് വേണ്ടി ഖിദ്മ ചെയ്തിരിക്കുന്നു. ആ ഖിദ്മയിൽ എന്തെങ്കിലും കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ടായാലും ആ പോരായ്മകളും കുറവുകളും ഹൈലൈറ്റ് ചെയ്ത് ഇത് നിനക്ക് ഇഷ്ടപ്പെടാത്തൊരവസ്ഥയിൽ വരാതെ നീ ഇതൊന്ന് സ്വീകരിച്ചു തരണം. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആവശ്യപ്പെടുന്നത്. അല്ലാതെ എന്തല്ല, അതിന്റെ പേരിൽ കൂലി കിട്ടിയാലും ശരി കിട്ടിയില്ലെങ്കിലും ശരി, ഒന്നും കിട്ടിയില്ലെങ്കിലും അത് അല്ലാഹു തആലാക്ക് അത് പൊരുത്തപ്പെട്ടു, ആ വർക്ക് അല്ലാഹ് ഇഷ്ടപ്പെട്ടു എങ്കിൽ അതാണ് അവൻ ആഗ്രഹിക്കുക എന്ന് വരുത്താനാണ് ആധ്യാത്മിക രംഗത്ത് പവറുള്ളവർ ഈ രണ്ടാമത്തെ വ്യാഖ്യാനമാണ് ഇവിടെ വിശദീകരിച്ചത്. എന്ന് പറഞ്ഞാൽ റബ്ബനാ തഖബ്ബൽ മിന്ന, പടച്ചോനെ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്? ഒന്നാമത് പറഞ്ഞ അഭിപ്രായം അനുസരിച്ച് നീ ഇതിന് പ്രതിഫലം തരികയും ഞങ്ങളിൽ നിന്ന് ഇത് പൊരുത്തപ്പെടുകയും ചെയ്യണമെന്നാണ്. രണ്ടാമത്തെ അർത്ഥപ്രകാരം തഖബ്ബൽ മിന്ന എന്ന് പറഞ്ഞാൽ ഞങ്ങളടുത്ത് കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും റബ്ബേ, നീ വിചാരിച്ച പോലെ ആയിട്ടില്ലെങ്കിലും ഇത് നീ അതിന്റെ കുറവുകൾ ഒഴിവാക്കി തന്നീ സാധുക്കളായ ഞങ്ങളിൽ നിന്ന് ഇത് കബൂൽ ചെയ്യണം എന്ന ആശയാണ്. അല്ലാതെ എന്ത് പ്രതീക്ഷിക്കണില്ല, പ്രതിഫലം തരലും തരാണ്ടക്കലും ആരാഗ്രഹിക്കണില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ആഗ്രഹിക്കണില്ല.
അപ്പൊ നമ്മൾ ദ്വാരക്കുമ്പോഴും അങ്ങനെ തന്നെ. നമ്മളിപ്പോ എല്ലാ ഇബാദത്ത് ചെയ്താലും ഏതൊരു ചെറിയതോ വലിയതോ ആയിട്ടുള്ള കർമ്മം ചെയ്താലും അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റബ്ബനാ തഖബ്ബൽ മിന്നാ ദ്വാരക്കണില്ലേ? അങ്ങനെ ദ്വാരക്കേണ്ട തന്നെയല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബിയും കഅബത്തിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ഹാർഡ് വർക്കായിരുന്നു വാസ്തവത്തിൽ അവർ ചെയ്തത്. ഇന്നത്തെ കാലത്തെ പോലെ ഭൗതികമായ മിഷനറികളുടെ സഹായമൊന്നുമില്ലാതെ കല്ല് പൊട്ടിച്ചു കൊണ്ടുവരിക എന്നതും അത് തലയിൽ ചുമന്നു കൊണ്ടുവന്ന് പിന്നെ ഇതിന്റെ നിർമ്മാണത്തിന്റെ കാര്യങ്ങൾ പുരോഗതിയിലാക്കുക എന്നതൊക്കെ വല്ലാതെ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. വല്ലാതെ അവർ കഷ്ടപ്പെടേണ്ട സംഗതിയാണ്. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഇത് അള്ളാഹു താല സ്വീകരിച്ചോളണമെന്നൊന്നുമില്ല. അത് അള്ളാഹു താലാന്റെ പൂർണ്ണമായ അധികാരത്തിലുള്ളതാണ്. അതുകൊണ്ട് ഈ കർമ്മങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഇത് സ്വീകരിക്കല്ലാതെ എവിടെ എന്താ പിന്നെ വേറെ വഴി എന്ന് ചിന്തിക്കുന്നതിന് പകരം പടച്ചോനെ ഞങ്ങൾ പറ്റണമാരൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും ഇതിൽ എന്തുണ്ടാകും? കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ആ കുറവും കുറ്റവും പറഞ്ഞിട്ട് ഇത് റിജക്റ്റ് ചെയ്യാതെ നീ എന്താക്കണം? ഇതിനുള്ള നന്മയുടെ പേരിൽ ഇതൊക്കെ കബൂൽ ചെയ്യണമെന്ന വിനീതമായ ഒരു അടിമയുടെ ഒരാവശ്യമാണ് തഖബ്ബൽ മിന്ന എന്ന പ്രയോഗം. അത് അങ്ങനെ തന്നെ, ആ അർത്ഥത്തിൽ തന്നെയാണ് നമ്മളും ഏതു സംഗതികൾ ചെയ്താലും നടത്തേണ്ടത്. പിന്നെ മറ്റിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, അന്നഹും ബഅദ അൻ അതൗ ബി തിൽക്കൽ ഇബാദത്തി മുഖ്ലിസീന, ആത്മാർത്ഥതയോടുകൂടെ തന്നെ കഅബത്തിന്റെ നിർമ്മാണം എന്ന ആ ഇബാദത്ത് അവർ കൊണ്ടുവന്നതിന് ശേഷം തളറഉ ഇലല്ലാഹി തആല ഫീ ഖബൂലിഹ, അത് സ്വീകരിക്കാനായി അവർ അള്ളാഹുവിലേക്ക് താഴ്മ കാണിക്കുന്നു, അതിന്റെ പേരിൽ പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒന്നാമത്തെ അർത്ഥപ്രകാരം. അതേസമയത്ത് രണ്ടാമത്തെ അർത്ഥപ്രകാരം പ്രതിഫലം ആഗ്രഹിക്കണില്ല. അത് റബ്ബ് തരട്ടെ തരാതിരിക്കട്ടെ, അത് നമ്മൾ നോക്കണില്ല. ആ സമയത്ത് ഒന്നാമത്തെ അർത്ഥപ്രകാരം പ്രതിഫലവും ആഗ്രഹിച്ചു. ഏതാണെങ്കിലും ശരി, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലൗകാന തർത്തീബു സവാബി അലൽ ഫിഅലി അൽ മുഖിറൂന ബിൽ ഇഖ്ലാസി വാജിബൻ അലല്ലാഹി തആല, ആത്മാർത്ഥതയോടുകൂടെ ഒരു പ്രവർത്തനം നടത്തിയാൽ അതിന് പ്രതിഫലം തരൽ അള്ളാഹ്ക്ക് നിർബന്ധമായിരുന്നുവെങ്കിൽ ലമാ കാന ഫീ ഹാദ ദുആഇ വതളറുഇ ഫായിദ, ഇങ്ങനെ ഒരു വിനീതമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യമല്ല. കാരണം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നല്ലോണം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ഞങ്ങള്, വെറുതെ ഒന്നുമല്ല, നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പടച്ചോനെ നിങ്ങൾ തന്നേക്ക് എന്നെ എന്താക്കാം, പ്രാർത്ഥനയുടെ ആവശ്യമൊന്നുമില്ല അല്ലെ. അപ്പൊ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ഈ താഴ്മ കാണിക്കുമ്പോ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പടച്ചോനെ എന്നെ കൊണ്ട് പറ്റണമായൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്. ഇന്നഹു യജ്രി വജറ അന്നൽ ഇൻസാനെ തളറഉ ഇലല്ലാഹി, അങ്ങനെ ഇത് എന്താ അല്ലാഹു തആല തന്നേ പറ്റൂ എന്നാണെങ്കിൽ പിന്നെ അള്ളാഹു ഇതിന് പ്രതിഫലം തന്നേ പറ്റൂ, ഇത് സ്വീകരിച്ചേ പറ്റൂ എന്നാണെങ്കിൽ പിന്നെ ഇങ്ങനെ ദ്വാരക്കണിയിൽ അർത്ഥമൊന്നുമില്ല. കാരണം എന്താ, അതിപ്പോ ഒരാൾ ദ്വാരക്കണമായിട്ടുണ്ടാവും, യാ ഇലാഹി ഇജ്അൽ ഇന്നാറ ഹാറത്തൻ, പടച്ചോനെ നരകത്തെ ഈ ചൂട് ഉള്ളതാക്കണേ, തീയിനെ നീ ചൂടുള്ളതാക്കണേ, വൽ ജമദ ബാരിദൻ, മഞ്ഞിനെ തണുപ്പുള്ളതാക്കണേ എന്നൊരാൾ ദ്വാരക്കണമാതിരി ആവും. അത് തീ ചൂടുള്ള തന്നെയല്ലേ ആണ്, മഞ്ഞ് തണുപ്പുള്ളതുമാണ്. അപ്പൊ ഇപ്പം ദ്വാരന്നിട്ടൊന്നും വേണ്ട എന്ന മാതിരി അള്ളാഹു താലാക്ക് നമ്മളൊരു ഇബാദത്ത് ചെയ്താൽ അതിനെ സ്വീകരിക്കണം എന്നൊരൊറ്റ ഓപ്ഷൻ മാത്രമേ അവിടെ ഉള്ളൂച്ചെങ്കിൽ പിന്നെ റബ്ബനാ തഖബ്ബൽ മിന്നാന്ന് പ്രത്യേകം ദ്വാരക്കണിയിൽ അർത്ഥമൊന്നും ഉണ്ടാവില്ല. ബൽ ദാലിക ദുആഉ അഹ്സനു, കാരണം എന്താ, പക്ഷേ അങ്ങനെ ദ്വാരക്കണ മാതിരിയാണ് വരിക. എന്നാലും ബൽ ദാലിക ദുആഉ അഹ്സനു, അങ്ങനെ ദ്വാരക്കണത് നല്ല തന്നെയാണ്. കാരണം എന്താ, ലിഅന്നഹു ലസ്തിബ്ആദ ഇൻദൽ മുതകല്ലിമി ഫീ സൈറൂറത്തിൻ നാരി ഹാല ബഖായിഹ അലാ സൂറത്തിഹ ഫിൽ ഇശ്റാഖി വൽ ഇസ്തിഗാലി ബാരിദതൻ. മനസ്സിലായില്ലേ? അതായത് ഇങ്ങനെ ദ്വാരന്നാൽ തീ ചൂടുള്ളതാണ്, അതിനോടുകൂടെ തന്നെ തീയിനെ ചൂടുള്ളതാക്കണേന്ന് ദ്വാരന്നാലും അധികപ്പറ്റൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയല്ല, അധികപ്പറ്റൊന്നുമില്ല. കാരണം എന്താ, അങ്ങനെ ദ്വാരക്കുമ്പോ ഇവിടെ എന്ത് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒരാള് ഈ തീയിനെ പടച്ചോനെ ഇത് തീയിന്റെ രൂപത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ തന്നെ എന്താക്കണം, ഇതിനെ തണുത്തതാക്കണം. അങ്ങനെ ആക്കണേന് പടച്ചോന് കൈവുറവൊന്നുമില്ലല്ലോ. അള്ളാഹു താലാക്ക് വേണമെങ്കിൽ അങ്ങനെ ആക്കാലോ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഇട്ട തീയിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആക്കിയില്ലേ. ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം അല്ലെ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മേലെ എന്താക്കണം, തണുപ്പാകണം. എന്നാ തണുപ്പ് ഓവറായിട്ട് ബുദ്ധിമുട്ടാകാത്ത അവസ്ഥ ഉണ്ടാക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ തീ എന്തായില്ലല്ലോ, അവിടെ ചൂടിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയില്ലല്ലോ. അപ്പൊ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് തീയിനെ അതിന്റെ അവസ്ഥ നാച്ചുറലി തീ ചൂടാണെങ്കിലും
ആ തീ ചൂടന്നാക്കി നിലനിർത്തണേന്ന് ദ്വാരക്കണിയിൽ കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ, അത് തണുപ്പണാക്കണേനും പടച്ചോന് കഴിയൊക്കെ ചെയ്യുമല്ലോ. അതേപോലെ തന്നെ പിന്നെ മഞ്ഞ്, അത് മഞ്ഞായി നിൽക്കുന്ന സമയത്ത് തന്നെ അത് ചൂടുള്ളതാക്കാനും ആർക്ക് സാധിക്കും? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സാധിക്കും. എന്നതുകൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പ്രതിഫലം നൽകൽ നിർബന്ധമൊന്നും അല്ലെങ്കിൽ പോലും അള്ളാഹു തആല നമുക്ക് പ്രതിഫലം തരാൻ കഴിവുള്ളവനാണല്ലോ. ആ കഴിവുള്ളവനായ റബ്ബിന്റെ കഴിവ് സമ്മതിക്കുക എന്നതാണ് വിനീതമായി ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുള്ളത് എന്ന്. പിന്നെ എന്നിട്ട് ഇനി പറഞ്ഞത് ഇന്നമാ അഖബ ഹാദ ദുആ റബ്ബന തഖബ്ബൽ മിന്ന. പിന്നെ റബ്ബന തഖബ്ബൽ മിന്ന, പടച്ചോനെ ഞങ്ങളെ ഇതിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണേന്ന് പറഞ്ഞതിന് ശേഷം ഉടനെ തന്നെ പറയണത് എന്താ? ഇന്നക അന്ത സമീഉൽ അലീം എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കഅന്നഹു യഖൂലു, അവർ പറഞ്ഞതുപോലെ ഉണ്ട്, തസ്മഉ ദുആഅനാ വ തളറുഅനാ, പടച്ചോനെ ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ ഈ പിന്നെ താഴ്മയും അത് നീ കേൾക്കുന്നുണ്ടല്ലോ. വതഅലമു മാ ഫീ ഖൽബിനാ മിനൽ ഇഖ്ലാസി, ഞങ്ങളുടെ മനസ്സിലുള്ള ആത്മാർത്ഥത നീ അറിയുന്നുമുണ്ടല്ലോ. വതർക്കിൽ ഇൽതിഫാത്തി ഇലാ അഹദിൻ സിവാക, നീ അല്ലാത്ത മറ്റൊരാളിലേക്കും ഞങ്ങൾ ശ്രദ്ധിക്കാത്ത, നിന്റെ അനുഗ്രഹം മാത്രം പ്രതീക്ഷിക്കുന്ന, ഏറ്റവും നല്ല ഞങ്ങൾ നിന്നിലേക്ക് മാത്രം സമർപ്പിക്കുന്ന ആ സമർപ്പണത്തിന്റെ മനസ്സ് നീ അറിയുന്നുണ്ടല്ലോ എന്നാണ് ഇന്നക അന്ത സമീഉൽ അലീം എന്ന അതിന്റെ ഉടനെ പറഞ്ഞത്. അപ്പൊ പടച്ചോനെ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. കാരണം ഞങ്ങളെ മനസ്സിലുള്ളത് എന്താണെന്ന് നിനക്കറിയാം, ഞങ്ങൾ എന്താ ചെയ്തത് എന്നും നിനക്കറിയാം, ഞങ്ങൾ എന്താ പറയുന്നത് എന്നും നിനക്കറിയാം. അതുകൊണ്ട് തന്നെ നീ ഇത് സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരിക്കലും തന്നെ നിന്റെ അനുഗ്രഹമല്ലാത്ത, അല്ലെങ്കിൽ നിന്റെ പൊരുത്തത്തിലേക്കുള്ള പ്രതീക്ഷയല്ലാത്ത മറ്റൊന്നും ഞങ്ങളുടെ മനസ്സിലില്ല. അഥവാ ഭൗതികമായ എന്തെങ്കിലും ഒരു പേരെടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള മറ്റെന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയോ അല്ല ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തിയതിന്റെ പിന്നിൽ കൃത്യമായൊരു നല്ല ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നല്ലതാണെന്ന് നിനക്കറിയാമല്ലോ. നിന്നിലേക്കല്ലാതെ മറ്റൊരാളിലേക്കും ഞങ്ങളുടെ മനസ്സ് ഞങ്ങൾ തിരിച്ചിട്ടില്ല എന്നതും നിനക്കറിയാമല്ലോ പടച്ചവനെ എന്ന് വരുത്താനാണ്, അഥവാ ആത്മാർത്ഥതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശൈലി പ്രകടിപ്പിക്കാനാണ് ഇന്നക അന്ത സമീഉൽ അലീം എന്ന് കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അന്നഹു സാനി മിന ദുആഇ, രണ്ടാമത്തെ ദുആ, റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക, പടച്ചോനെ ഞങ്ങളെ നീ രണ്ടുപേരെയും നിന്നെ അനുസരിക്കുന്നവരാക്കണമേ എന്നാണ്. ഇവിടെ ഫഇന്നൽ ഇസ്ലാമ, ഇസ്ലാം അതുകൊണ്ട് ഉദ്ദേശം ഒന്നുകിൽ മനുഷ്യന്റെ മതപരമായിട്ടുള്ള എല്ലാ സംഗതികളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ദീൻ എന്ന ഉദ്ദേശമാകാം, അല്ലെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കുക എന്ന ഒരു പൊതു ആയിട്ടുള്ള പ്രയോഗം ആകാം. ഏതാണെങ്കിലും ശരി, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ആ അനുസരണം. അപ്പൊ ഒന്നാമത്തെ അർത്ഥം പറയണമെങ്കിൽ ജഅൽനാ മുസ്ലിമീനക്കാച്ച, നിനക്ക് ദീനിൻ്റെതായിട്ടുള്ള എല്ലാ വശങ്ങളും നീ കാണിച്ചു തന്നതായ റൂട്ടിൽ പോകുന്ന ഒരവസ്ഥ എന്താക്കണം? ഞങ്ങൾക്ക് നീ ഉണ്ടാക്കണം. അല്ലെ, ദീനിൽ എന്തില്ല? ദീനില് കുറച്ച് സ്വീകരിക്കുക കുറച്ച് തള്ളിക്കളയാ എന്ന സംഗതി ഇല്ല. മറിച്ച് പൂർണ്ണമായിട്ട് എന്താക്കണം? ദീനിന്റെ ആശയങ്ങൾ സ്വീകരിക്കണം. നമുക്ക് പറ്റുന്നിടത്ത് മാത്രം ഇങ്ങോട്ട് അടർത്തിയെടുത്തിട്ട് എന്താക്കിയാ പോരാ. ഇപ്പൊ ചില ആൾക്കാരൊക്കെ ശരീഅത്തും തരീഖത്തൊക്കെ പറഞ്ഞ മാതിരി പോരാ. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആശയങ്ങള്, അതേപോലെ തന്നെ ദീനിലുള്ള വിഷയങ്ങൾ, അതൊക്കെ എന്താക്കണം? അതിന്റെ ശരിയായ അർത്ഥത്തിൽ തന്നെ ഒക്കെ സ്വീകരിക്കണം. നമുക്ക് പറ്റുന്നിടത്ത് മാത്രം ചിലത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് അവിടെ മാത്രം ചിലത് അങ്ങോട്ട് ഒരു തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള കാര്യമുണ്ടോ? ഒരു കാര്യമല്ല. അപ്പൊ അത് വരാണ്ടക്കാൻ മുസ്ലിമൈനിലൊക്കെ നിനക്ക് പൂർണ്ണമായി ഞങ്ങൾ കീഴ്പ്പെട്ട, അഥവാ ദീനിൻ്റെതായിട്ടുള്ള എല്ലാ വശങ്ങളും, ചിലത് സ്വീകരിച്ച് ചിലത് തള്ളിക്കളയുന്ന കൂട്ടത്തിലല്ല, എല്ലാ വശങ്ങളും സ്വീകരിക്കുന്ന ഒരു കൂട്ടത്തിലേക്ക് പടച്ചോനെ ഞങ്ങളെ നീ ആക്കിത്തരണം എന്നാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന്റെ ഉദ്ദേശം. പിന്നെ ഇനി അവിടെ ഒരു ചർച്ച മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു വിഷയം പറഞ്ഞപ്പോ ഇവിടെ ഇപ്പൊ എന്തിനാപ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും അവർ മുസ്ലിങ്ങൾ തന്നെ ആണെങ്കിൽ പിന്നെ ഇസ്ലാമിൽ തന്നെ ആണ് നിൽക്കണതെങ്കിൽ പിന്നെ എന്തിനാ ഇനി മുസ്ലിം ആക്കണം എന്ന് പറയണത്? അപ്പൊ അങ്ങനെ പറയണതിൽ വല്ല അർത്ഥമുണ്ടോ? അത് തഹ്സീലുൽ ഹാസിലാവൂലേ? അഥവാ മുസ്ലിം ആയ ആൾ എങ്ങനെ മുസ്ലിം ആക്കുക
എന്നൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളും പിന്നെ വിഷയങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്നത് എന്താ, അത് പിന്നെ അതിന്റെ അർത്ഥം ഇപ്പോ ഉള്ള ഞങ്ങളെ ഈ അവസ്ഥ അത് അങ്ങനെ തന്നെ തുടർന്നു കൊണ്ടുപോകാൻ അത് നീ എന്താക്കണം, അവസരം തരണം. അഥവാ ഉള്ള ഇസ്ലാം എന്താക്കണം, ഉറപ്പിച്ചു നിർത്തണം. അത് പലയിടത്തും നമുക്ക് ആ വിധത്തിലുള്ള പ്രാർത്ഥനകൾ കാണാം. അവിടെയൊക്കെ പണ്ഡിതന്മാർ ആ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. പടച്ചോനെ ഇപ്പൊ ഞങ്ങൾക്ക് നീ ഒരവസ്ഥ തന്നിട്ടുണ്ട്, ആ അവസ്ഥ പക്ഷേ ഭാവിയിലും അങ്ങനെ തന്നെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഭാവിയിലും അത് അങ്ങനെ തന്നെ നിലനിൽക്കാൻ വേണ്ട പിന്നെ ഒരു അനുഗ്രഹം നീ ഞങ്ങൾക്ക് നൽകുകയും തരികയും ചെയ്യണമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അവിടെ എന്ത് ചെയ്യണത്, ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്നാണ്. പിന്നെ ഇനി മറ്റൊരു പിന്നെ കാര്യം, റബ്ബന വജഅൽന മുസ്ലിമൈനി ലക എന്ന് പറയുമ്പോൾ യുഫീദുൽ ഹസറ, അത് ഹസറിനെ ഉണ്ടാക്കും. അതായത് നകൂനു മുസ്ലിമൈനി ലക ലാ ലിഗൈരിക, ഞങ്ങൾ നിനക്ക് മാത്രം അനുസരിക്കുന്നവരാക്കണം, നീ അല്ലാത്തവരനുസരിക്കുന്നവരാക്കരുത്. വഹാദായദുല്ലു എന്നൊരു ഒരു ആശയം അതിലുണ്ട്. നിനക്ക് മാത്രം അനുസരിക്കുന്നവരാക്കണം ഞങ്ങളെ, നീ അല്ലാത്തവരനുസരിച്ച് നിന്നെ ധിക്കരിക്കുന്ന കൂട്ടത്തിൽ ആക്കരുത്. നിനക്ക് മാത്രം അനുസരിക്കുക പറഞ്ഞാൽ നീ അനുസരിക്കാൻ പറഞ്ഞവരനുസരിക്കലൊക്കെ ആരനുസരിക്കൽ തന്നെ, നിന്നെ അനുസരിക്കൽ തന്നെ. ആ രൂപത്തിലേക്ക് ഞങ്ങളെ നീ ആക്കണം. വഹാദായദുല്ലു ഈ പറഞ്ഞത് അറിയിക്കുന്നുണ്ട് അലാ അന്ന കമാല സആദത്തിൽ അബ്ദി, ഒരടിമയുടെ പൂർണ്ണമായ വിജയം ഫി അൻ യകൂന മുസ്ലിമൻ ലി അഹ്കാമില്ലാഹി തആല, അള്ളാഹുവിന്റെ വിധികൾക്ക് അവൻ വഴങ്ങുമ്പോഴാണ്. വഖളാഇഹി വഖദരിഹി, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്കും അവന്റെ പ്രഖ്യാപനങ്ങൾക്കും അവൻ വഴങ്ങുമ്പോഴാണ് ഒരാൾ ഈ പറഞ്ഞ രൂപത്തിലേക്ക് എത്തുക. വഅല്ലാ യകൂന മുൽതഫിത്തൽ ഖാതിരി ഇലാ ശൈഇൻ സിവാഹു, അള്ളാഹു അല്ലാത്ത മറ്റൊന്നിലേക്കും അവന്റെ മനസ്സ് കൊടുക്കാത്ത ഒരവസ്ഥ അവൻ ഉണ്ടാക്കിയെടുക്കുകയും വേണം. വഹാദാ ഹുവൽ മുറാദു മിൻ ഖൗലി ഇബ്രാഹിം അലൈഹിസ്സലാം ഫീ മൗദിഇൻ ആഖർ, അതുകൊണ്ടാണ് ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, ഫഇന്നഹും അദുവ്വുൽ ലീ ഇല്ലാ റബ്ബൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹു അല്ലാത്ത ദൈവങ്ങളായി നിങ്ങൾ കൊണ്ട് നടക്കുന്നവരെല്ലാം എന്റെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാനെ മാത്രമേ ഞാൻ ദൈവമായി കാണുന്നുള്ളൂ, മറ്റൊന്നിനെയും ദൈവമായി സങ്കല്പിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇതുപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇവിടെ പറയാണ്, റബ്ബന വജഅൽന മുസ്ലിമൈനി ലക, പടച്ചോനെ ഞങ്ങളെ രണ്ടുപേരെയും നിന്നെ അനുസരിക്കുന്നവരാക്കണം. അഥവാ നിന്നിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്ന, നിന്നെ മാത്രം നീ പറയുന്നതൊക്കെ സ്വീകരിക്കുന്ന, നിനക്കെതിരിൽ മറ്റൊരാൾക്കും അനുസരിക്കാത്തൊരു പരുവത്തിലേക്ക് ഞങ്ങളുടെ മനസ്സിനെ നീ എത്തിച്ചു തരണം. അതായത് മുവഹിദീന മുഖ്ലിസീന ലാ നഅബുദു ഇല്ലാ ഇയ്യാക്, നിന്നെ മാത്രം ആരാധിക്കുന്ന, നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്ന, നിന്റെ ഏകത്വം സമ്മതിക്കുന്ന, ശിർക്കിന്റെ ലവലേശം മനസ്സിലേക്ക് വന്നു ചേരാത്ത ഒരു മഹത്തായ സ്വഭാവത്തിൽ ഞങ്ങളെ നീ നിലനിർത്തണം എന്നാണ് അപ്പോൾ അർത്ഥം. മറ്റൊരു വ്യാഖ്യാനം ഖായിമീന ബിജമീ ശറാഇൽ ഇസ്ലാം, ഇസ്ലാമിക ശരീഅത്തിന്റെ എല്ലാ നിയമങ്ങളും അതനുസരിച്ച് നിലകൊള്ളുന്നവരായി മുന്നോട്ട് പോകണം. അതിന് നീ ഞങ്ങൾക്ക് അവസരം തരണം. ഇങ്ങനെ പല വ്യാഖ്യാനം ഉണ്ടായ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എല്ലാ വ്യാഖ്യാനങ്ങളും എന്താണ്, വൈവിധ്യമാണെന്ന് കൂട്ടിയാൽ മതി, വൈരുദ്ധ്യമല്ല. അപ്പൊ അതൊക്കെ ശരിയാണ്. അപ്പൊ അള്ളാഹിനെ മാത്രം അനുസരിക്കണം എന്ന അർത്ഥയിലുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ശരീഅത്തിൽ എന്തൊക്കെയാണുള്ളത് വെച്ചെങ്കിൽ ആ ശരീഅത്തിന്റെ വിധിവിലക്കുകളൊക്കെ സ്വീകരിക്കണം എന്നതിൽ അർത്ഥമുണ്ട്. ശിർക്കിലേക്ക് പോകാൻ പാടില്ല എന്നതിൽ അർത്ഥമുണ്ട്. ഈ സംഗതികളെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് മഹാനരായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആവശ്യപ്പെടുകയും അതേപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം അതിനുവേണ്ടി ചോദിക്കുകയും ചെയ്തതായിട്ടാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇത് ബഹുമാനപ്പെട്ട ഖുർആൻ നമ്മളോട് പറയുന്നത് തന്നെയാണ് അല്ലെ. ഉദ്ഖുലൂ ഫി സിൽമി കാഫ, സത്യവിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ്ടല്ലോ, നിങ്ങൾ പൂർണ്ണമായിട്ട് ഇസ്ലാമിൽ പ്രവേശിക്കണം. നമുക്ക് പറ്റുന്നിടത്ത് അവിടെ അത് എടുക്കുക, അല്ലാത്തടത്തൊക്കെ അത് തള്ളിക്കളയുന്ന സമീപനമല്ല. പൂർണ്ണമായിട്ട് ഇസ്ലാമിലുള്ളതാണോ എങ്കിൽ, അല്ല പറഞ്ഞതാണോ എങ്കിൽ അതൊക്കെ സ്വീകരിക്കുന്ന ആൾക്കാരാക്കണം ഞങ്ങളെ. ഒരിക്കലും തന്നെ ഞങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മതത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന സ്വഭാവത്തിലേക്ക് പടച്ചോനെ ഞങ്ങളെ രണ്ടുപേരെയും നീ
നീ ആക്കരുത് എന്നാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും ദുആയുടെ ചുരുക്കം. അത് നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ടതും നമ്മൾ കാണേണ്ടതും തന്നെയാണ്. ഒരിക്കലും തന്നെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേകമായിട്ടുള്ള ചില അജണ്ടകൾക്കനുസരിച്ചല്ല മതം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. മതത്തിൽ പറ്റാത്തത് അത് ഏതർത്ഥത്തിലാണെങ്കിലും ശരി, എനിക്ക് താല്പര്യം ഉണ്ടായാൽ പോലും അത് ദീനിനെതിരാണെങ്കിൽ അത് തള്ളിക്കളയാൻ നമുക്ക് സാധിക്കണം. അത് സാധിക്കാതെ ഇരുന്നാൽ പറ്റൂല. മറിച്ച് എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങൾക്ക് വേണ്ടി, എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾക്ക് വേണ്ടി, അത് മതത്തിനെതിരായാലും ശരി, ഞാൻ തൽക്കാലം അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോവുകയാണ് എന്ന ചിന്ത ഒരു മുസ്ലിമിന് ഉണ്ടാക്കാൻ പാടില്ല. അവൻ ആത്യന്തികമായി പടച്ച റബ്ബിന്റെ പൊരുത്തം എന്നത് ലക്ഷ്യം വെക്കണം. അത് ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങുമ്പോ അതിനനുസരിച്ചുള്ള സ്വഭാവ ഗുണങ്ങൾ അവനിൽ കാണേണ്ടതുണ്ട് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ പറഞ്ഞത് എന്താ? റബ്ബന വജഅൽനാ മുസ്ലിമീനിലക്ക, ഞങ്ങളെ രണ്ടുപേരെയും നിനക്ക് പൂർണ്ണമായി അനുസരിക്കുന്നവരാക്കണം എന്ന് പറഞ്ഞിട്ട് വമിൻ ദുർരിയത്തിന, ഞങ്ങളുടെ സന്താന പരമ്പരകളിൽ നിന്നും ഉമ്മത്തം മുസ്ലിമത്തല്ലക്ക, നിനക്ക് അനുസരിക്കുന്ന ഒരു കൂട്ടത്തെ നീ കൊണ്ടുവരണം എന്ന് അള്ളാഹുവിനോട് ദ്വാർക്കാണ്. അപ്പൊ സന്താന പരമ്പരകൾ മൊത്തമാണ് നന്നാക്കണം എന്ന് എന്ത് ചെയ്തില്ല? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബിയും ദ്വാരുന്നില്ല. മറിച്ച് അവരിന്ന് ഒരു കൂട്ടക്കാര് നന്നാകണം. എന്താ അതിന്റെ അർത്ഥം? ഫജ്ഫൽ മഅന വജ്അൽ മിൻ ഔലാദിന, പടച്ചോനെ ഞങ്ങളുടെ സന്താന പരമ്പരയിൽ നിന്ന് നീ ഉണ്ടാക്കണം. അവിടുത്തെ മിൻ എന്ന് പറഞ്ഞതിൽ തബഈലി അല്പം എന്ന അർത്ഥം വരാനുള്ള മിന്നാണ്. വഖസ്സ ബഅലഹും, എന്റെ ഇവിടെ കുറച്ച് ആൾക്കാരെ എന്ന് പറയാൻ കാരണം ലഅന്നഹു തആല അഅലമഹുമാ, അല്ലാഹു തആല അവരെ രണ്ടുപേരെയും നേരത്തെ അറിയിച്ചിട്ടുണ്ടല്ലോ. അന്ന ഫീ ദുർരിയത്തിഹിം അല്ലാലിം, അവരുടെ സന്താന പരമ്പരകളിൽ ആരുണ്ട് എന്ന്? അക്രമികളുണ്ട്, മുസ്ലിം അല്ലാത്തവരുണ്ട്, അനുസരിക്കാത്തവരുണ്ട് എന്ന് അള്ളാഹ് അറിയിച്ചിട്ടുണ്ട് അല്ലേ? ഖൗലിഹി തആല, അള്ളാന്റെ വാക്കുകൊണ്ട് ലാ യനാലു അഹദിൽ ളാലിമീൻ, നേരത്തെ നമ്മൾ വിശദീകരിച്ചു പോയതാണ് അല്ലേ? ഒമിൻ ദുർരിയത്തി, പടച്ചോനെ നിങ്ങളെ ഞാൻ ഇമാമാക്കുന്ന അള്ളാഹു തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പറഞ്ഞല്ലോ ഒമിൻ ദുർരിയത്തി, എന്റെ സന്താന പരമ്പരകളിൽ നിന്നും ഇമാമിനെ കൊണ്ടുവരണം. അപ്പൊ ഇമാമിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോ അള്ളാഹു തആല പറഞ്ഞതാണ് ഇമാമിനൊക്കെ കൊണ്ടുവരാം, പക്ഷേ അത് ആർക്ക് കൊടുക്കൂല ഞാൻ ആ സ്ഥാനം? നിങ്ങളെ സന്താന പരമ്പരകളിലുള്ള ലാലിമീങ്ങൾക്ക് കൊടുക്കൂല. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരകളിലും ഞാൻ ആര് വരാനുണ്ട്? ലാലിമീങ്ങൾ വരാണ്ട് എന്നുള്ളത് എന്ത് ചെയ്തു? അതിന് മനസ്സിലായില്ലേ? ആ ലാലിമീങ്ങൾ വരാണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് നന്നായി ജീവിക്കുക എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരിക്കലും പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് നന്നായി ജീവിക്കുന്ന കുറെ ആളുകളെ ഉണ്ടാക്കണം. അതാ ഉമിൻ ദുർരിയത്തിന, ഞങ്ങളെ സന്താന പരമ്പരയിൽ നിന്ന് ഉമ്മത്ത മുസ്ലിമത്തല്ലക്ക, നിനക്ക് അനുസരിക്കുന്ന ഒരു വിഭാഗത്തെ ഉണ്ടാക്കണം എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ഉണ്ടായിരുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത്. പിന്നെ ഇനി ഇവിടെ ഒരു ചോദ്യം, എന്ത്? ലിമ ഖസ്സ ദുർരിയതഹുമ ബിദ്ദുആഇ, ദുആ കൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും അവരെ രണ്ടുപേരുടെയും സന്താന പരമ്പരകൾ എന്തേ പ്രത്യേകമാക്കിയത്? അലൈസ അന്ന ഹാദാ യജ്രി മജ്റൽ ബുഖ്ലി ഫി ദുആഇ, പ്രാർത്ഥനയിലുള്ള ഒരു പിശുക്കല്ലേ വാസ്തവത്തിൽ അത്? ഞങ്ങളെ രണ്ടുപേരും സന്താന പരമ്പര എന്ന് മാത്രം പറഞ്ഞ എന്താ? ഇവിടെ കുറെ പരമ്പരകൾ വേറെയില്ലേ? അപ്പൊ ഏത് പരമ്പരയിലായാലും ശരി മുസ്ലിമീങ്ങൾ കുറെ ഉണ്ടാകണമെന്ന് അങ്ങനെ ഉണ്ടായിരുന്നൂടെയെന്നോ? എന്തേ അവരെ രണ്ടുപേരുടെയും സന്താന പരമ്പരകൾ എന്ന് പറഞ്ഞത്? അത് വാസ്തവത്തിൽ ഈ സന്താന പരമ്പരകളെ, തന്റെ സന്താന പരമ്പരകളെ മാത്രം പ്രത്യേകമാക്കിയത് പ്രാർത്ഥനയിൽ നടത്തിയ ഒരു പിശുക്കല്ലേ? എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടി അല്ലേ ദ്വാർക്കേണ്ടിയിരുന്നത്? എല്ലാ സന്താന പരമ്പരകൾക്കും വേണ്ടി അല്ലേ ദ്വാർക്കേണ്ടിയിരുന്നത്? ചോദ്യം മനസ്സിലായില്ലേ? ഒമിൻ ദുർരിയത്തിന, ഞങ്ങളെ അഥവാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരകളിൽ നിന്നും ഒരു കൂട്ടം ആൾക്കാരെ നിന്നെ അനുസരിക്കുന്നവരാക്കണം എന്നല്ലേ പറഞ്ഞത്? എല്ലാ സന്താന പരമ്പരകളിൽ നിന്നും നാക്കിക്കൂടെയെന്നോ? എന്തിനാ അവർ രണ്ടുപേരത് മാത്രാക്കിയത്? അതിന്റെ മറുപടി അദ്ദുർരിയത്തു, സ്വന്തം സന്താന പരമ്പര അഹഖു ബി ശഫഖത്തി വൽ മസ്ലഹ, ഇഷ്ടവും താല്പര്യമൊക്കെ കൂടുതൽ ഉണ്ടാകുക ആരോടാണ്? സ്വന്തം സന്താന പരമ്പരകളോടല്ലേ? അതുകൊണ്ട് ആ ഇഷ്ടവും താല്പര്യവും എന്ത് ചെയ്തതാണ്? കാട്ടിയതാണ്. ഏതുപോലെ? ഖാലല്ലാഹു തആല, അല്ലാഹു പറഞ്ഞില്ലേ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളുടെ ശരീരത്തെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് നിങ്ങൾ കാക്കണേ ജനങ്ങളെ. അവിടെ ലോകത്തുള്ളവരൊക്കെ പാടെ നരകത്തിൽ നിന്ന് കാക്കണ്ടേന്നല്ലേ? പക്ഷെ എല്ലാരും കാക്കണം എന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങളെ കുടുംബത്തെ നരകത്തിൽ നിന്ന് കാക്കണം എന്നല്ലേ അല്ലാഹു തആല പറഞ്ഞത്. അപ്പൊ അതെന്താ? ഓരോരുത്തരുടെ ഉത്തരവാദിത്വം കൂടുതലായിട്ട് കടന്നു വരിക, ഓരോരുത്തർക്കും കൂടുതലായിട്ട് മാനസിക താല്പര്യം ഉണ്ടാകുക ആരോടാ? സ്വന്തം സന്താന പരമ്പരകളോടാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും അങ്ങനെ പറഞ്ഞതാണ്.
അതൊരു സംഗതി. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും സന്താന പരമ്പരകളിൽ നിന്ന് നന്നായ ആൾക്കാരുണ്ടായാൽ അതിന്റെ ഗുണം ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടുമെന്നതാണ് മറ്റൊരു വിഷയം. അതാ ഇനി പറയുന്നത്. വലിയ അന്ന ഔലാദൽ അംബിയായി, നബിമാരുടെ മക്കള് ഇദാ സ്വലഹു, അവര് നന്നായാൽ, സ്വലഹ ബിഹിം ഗൈറുഹും, അവര് കാരണത്താൽ മറ്റുള്ളവരും നന്നാകും. നബിമാരുടെ മക്കള് നന്നായാൽ അവരെ കാരണത്താൽ മറ്റുള്ളവരുടെ മക്കളും നന്നാകും. വതാബഅഹും അലൽ ഖൈറാത്തി, നന്മകളുടെ മേലിൽ ആ മറ്റുള്ളവർ ഇവരോട് പിന്തുടരുകയും ചെയ്യും. ഈ തങ്ങന്മാര് നന്നായിട്ട് നടക്കുമ്പോ അവരോടൊപ്പം കൂടാനും അവര് ചെയ്യുന്നത് പോലെ ചെയ്യാനും എന്താവും, മറ്റുള്ള ആളുകളുടെ കൂട്ടത്തൊന്നും ധാരാളം ആൾക്കാർ വന്നോളും. അലാ തറ, നീ കാണുന്നില്ലയോ സഹോദര, അന്നൽ മുതഖദ്ദിമീന മിനൽ ഉലമാഇ വൽ കുബറാഇ, കഴിഞ്ഞുപോയ ഉലമാക്കളും വലിയ വലിയ നേതാക്കന്മാരും അല്ലെ, ആലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞുപോയവർ, മഹാനായ ഷെയ്ഖുനായി കാസം മുസ്ലിയാർ അടക്കം, ഇപ്പൊ അടുത്ത ദിവസം മരണപ്പെട്ട MT മാനുസ്താദ് അടക്കം, അള്ളാഹു താല അവരുടെയൊക്കെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ പരലോകം അള്ളാഹു താല നല്ല സന്തോഷത്തിലും ഇസ്സത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. അവരോടൊപ്പം അള്ളാഹു നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അപ്പൊ മാതൃകാ അയോഗ്യരായ ഉലമാക്കൾ, കഴിഞ്ഞുപോയവർ, അതേപോലെ തന്നെ വലിയ വലിയ നേതാക്കൾ, ഇദാകാനു അലസദാദി, അവരതാ കൃത്യമായ റൂട്ടിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, കൈഫ യതസബ്ബബൂന ഇലാ സദാദി മൻ വറാഅഹും, അവരെ ആശ്രയിക്കുന്ന, അവരെ കാണുന്ന, അവരുടെ പുറകിലുള്ള എത്രയോ ആളുകൾ നന്നാവാൻ, അവര് കൃത്യമായ റൂട്ടിലൂടെ പോകാൻ അത് കാരണമായിട്ടുണ്ടെന്ന് നിനക്ക് നോക്കിക്കൂടെ? നമ്മുടെ ചരിത്രം, കഴിഞ്ഞകാല ചരിത്രങ്ങൾ പരിശോധിച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കറിയാമല്ലോ, ബഹുമാനപ്പെട്ട മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു സംഘവും കേരളത്തിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ നിന്ന് പഠിച്ച ഒറിജിനലായ ദീനിന്റെ ദഅവത്തുമായി കടന്നു വന്നപ്പോൾ അവരെ സ്വീകരിക്കാൻ വാസ്തവത്തിൽ ഒരൊറ്റ മുസ്ലിം നമ്മളെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ മുസ്ലിമീങ്ങൾ ഇല്ലാത്ത സ്ഥലത്ത് ഈ വന്ന മഹാന്മാരായ സ്വഹാബികൾ അവരതാ അവരുടെ പ്രവർത്തനം നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവരുടെ വാക്കിലും നോക്കിലും ചലനത്തിലും അടക്കത്തിലുമൊക്കെ അവരതാ പ്രത്യേകം ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കുന്നു. അവരുടെ ജീവിതത്തിൽ മഷിയിട്ട് നോക്കിയാലും അരുതായ്മകളൊന്നും കാണാൻ സാധിക്കുന്നില്ല. തികച്ചും അവരുടെ ജീവിതം പാപരഹിതവും പവിത്രധന്യവും പരിശുദ്ധവുമായി മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോ അതാ ധാരാളം മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ അവരുടെ മനസ്സിലേക്ക് ഇതാ ഈ ആളുകളുടെ വിശ്വാസം, ഈ ആളുകളുടെ കർമ്മങ്ങൾ, ഈ ആളുകൾ ഫോളോ ചെയ്യുന്ന സംവിധാനം, ആ പോളിസിയാണല്ലോ നമ്മളും സ്വീകരിക്കേണ്ടത് എന്ന ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരികയും എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് പറിച്ചറിയപ്പെടാൻ പറ്റാത്ത വിധം വേരോട്ടമുള്ള ഒരു മതമായി വിശുദ്ധ ഇസ്ലാമിനെ അതാ പുറത്തു നിന്ന് വന്നിട്ട് കൂടി നമ്മുടെ നാട്ടിൽ ഈ വിധത്തിൽ ഡെവലപ്പ് ചെയ്തെടുത്തതിന്റെ തുടക്കക്കാരാരാ? ബഹുമാനപ്പെട്ട സ്വഹാബത്താണ്. ആ സ്വഹാബത്ത് ഇവിടെ വന്നിട്ട് അവരുടെ വ്യക്തി ജീവിതം വിശുദ്ധമാക്കിയപ്പോ അത് കണ്ടുകൊണ്ട് അവരെ മാതൃകയാക്കിക്കൊണ്ട് ധാരാളം ആളുകൾക്ക് ഇസ്ലാമിലേക്കുള്ള വഴി തുറന്നു കിട്ടിയെങ്കിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അവരെ കണ്ടുകൊണ്ട് നല്ലവരെന്ന നിലക്ക് ജനങ്ങൾ കാണുന്നവരെ കണ്ടുകൊണ്ട് അത് എന്റെ ജീവിതത്തിലേക്കും പകർത്തണമെന്ന് ചിന്തിച്ചുകൊണ്ട് എത്രയോ മനുഷ്യന്മാര് നന്നാകാറുണ്ട്, എത്രയോ ആളുകൾ ജീവിതത്തിൽ നന്മ പുലർത്താറുണ്ട്. അതിന്റെ കാരണം എന്താ? ഇവര് വലിയവർ നന്നായാൽ ആ നന്നായവരുടെ നന്മ കണ്ടിട്ട് അവരുടെ ജീവിതത്തിന്റെ സ്വഭാവങ്ങൾ പരിഗണിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് കൂടി ഹിദായത്തിന്റെ വെളിച്ചം കിട്ടുക എന്നതുണ്ടാകും. അതുകൊണ്ട് നബിമാരുടെ മക്കൾ എന്ന് പറയുന്ന തങ്ങന്മാർ അവര് വലിയ സമൂഹത്തിൽ ആദരവുള്ളവരാണ്, ബഹുമാനമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരെ ചുറ്റിപ്പറ്റിയും അവരെ ആദരിച്ചും ബഹുമാനിച്ചും അതാ പൊതു ജനസാമാന്യത്തിൽ നിന്ന് നല്ലൊരു വിഭാഗം കൂടെ അവരോടൊപ്പം ഉണ്ടാകും. അപ്പൊ ഇവര് സ്ട്രെയിറ്റ് റൂട്ടിലാണോ, ഇവര് നന്മയിലാണോ, ഇവരുടെ കാരണത്താൽ ബാക്കിയുള്ളവർ കൂടി നന്നാകും. അപ്പൊ അതുകൊണ്ട് ആദ്യം നന്നാകാൻ ദ്വാരക്കേണ്ടത് ആരെന്നെയാണ്? ഇവരെന്നെയാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്തത്? തന്റെ സന്താന പരമ്പരയിൽ നിന്നും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം തന്റെ സന്താന പരമ്പരകളിൽ നിന്നും പഠിച്ചോനെ ആരുണ്ടാകണേ, നിന്നെ അനുസരിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകണേ എന്ന് പറയുന്നത്. അപ്പൊ ആ സന്താന പരമ്പര VIP കളാണ് എപ്പോഴും. ആ VIP കളെ ഫോളോ ചെയ്യുന്ന, അവരോടൊപ്പം നടക്കുന്ന
ഒരു വലിയ വിഭാഗം ജനങ്ങൾ എന്താവും? ലോകത്തുണ്ടാകും. അപ്പൊ ഇവരാണ് നല്ല റൂട്ടിലൂടെ പോയാൽ ബാക്കിയുള്ളവർ നന്നാകും. അപ്പോ അതുകൊണ്ട് നബിമാരുടെ കുടുംബം നന്നാവുക എന്നുള്ളത് അതിന്റെ ബെനിഫിറ്റ് ആർക്ക് മാത്രമല്ല, നന്നായവർക്ക് മാത്രമല്ല, ഇനി അതിന്റെ പിന്നിലുള്ള ബാക്കിയുള്ളവർക്കും കിട്ടും. അതുകൊണ്ടാണ് ആ ദുആയിൽ അങ്ങനെ നിർത്തിയത്. അങ്ങനെ നിർത്തിയാൽ മതി, അവർ നന്നായ ഓട്ടോമാറ്റിക്കലി എന്താകുന്നു? ബാക്കിയുള്ളവർ നന്നായിക്കോളുന്നാണ്. ഇനി മറ്റൊരു ചോദ്യം, അല്ലാഹിറു അന്നല്ലാഹ ലൗ റദ്ദ ഹാദ ദുആ ലസറഹ ബിദാലിക റദ്ദി. ഈ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, എന്റെ സന്താന പരമ്പരകളിൽ നിന്ന് നല്ല ആൾക്കാരെ കൊണ്ടുവരണം എന്നുള്ള ദുആ അല്ലേ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലസറഹ ബിദാലിക റദ്ദി, അതെനിക്ക് സ്വീകരിക്കാൻ പറ്റൂല എന്ന് അല്ലാഹു തആല വ്യക്താക്കണ്ടല്ലേ. ഫലമ്മാ ലം യുസർരിഹ് ബിർറദ്ദി, അല്ലാഹു തആല അങ്ങനെ ഇത് സ്വീകരിക്കൂല എന്ന് വ്യക്താക്കിയിട്ടില്ല. അത്ത സ്ഥിതിക്ക് അലിംന, നമുക്ക് ഉറപ്പുണ്ട് അന്നഹു അജാബഹു ഇലൈഹി, ഈ ദുആ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും സന്താന പരമ്പരകളിൽ നിന്ന് കുറെ ആൾക്കാരെന്താകും? നന്നായി വരും എന്ന് ഇത് നമുക്ക് എന്താക്കാം? മനസ്സിലാക്കാം. എന്നാ വഹീനൈന തവജ്ജഹുൽ ഇഷ്കാലു, അങ്ങനെ മനസ്സിലാക്കിയാൽ അവിടെ ഒരു സംശയം. എന്താ സംശയം? ഫഇന്ന ഫീ സമാനി അജ്ദാദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ അഹദുൻ മിനൽ അറബി മുസ്ലിമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പാരെ കാലത്ത് ആരും മുസ്ലിങ്ങളായിട്ട് അറിയപ്പെട്ടവരല്ലല്ലോ, അവരാരും മുസ്ലിങ്ങളായിരുന്നില്ലല്ലോ. വലം യകുൻ അഹദും സിവൽ അറബി മിൻ ദുരിയത്തി ഇബ്രാഹിം ഇസ്മായിൽ അലൈഹി വസല്ലം. അതേ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ പരമ്പരയിൽ ആയിരുന്നല്ലോ ഈ അറബികളൊക്കെ ഉണ്ടായിരുന്നത്. എന്നിട്ട് ഓലാരും മുസ്ലിം ആയിട്ട് ഇവിടെ ആരും പറയണില്ലല്ലോ. അപ്പൊ അല്ലാഹു തആല ഈ ദുആ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇത് സ്വീകരിക്കാൻ പറ്റാത്തതാന്ന് പറയേണ്ടിയിരുന്നു. അതല്ല പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് സ്വീകരിച്ചു എന്നാ മനസ്സിലാക്കേണ്ടത്. പക്ഷെ സ്വീകരിച്ചിരിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ആ പിതാക്കളുടെ പരമ്പര പരിശോധിച്ചാല് അവരൊക്കെ ആരാകണ്ടേ? അവരൊക്കെ നല്ലോലാകണ്ടേ? അവര് നല്ലോലായിട്ടില്ലല്ലോ, നല്ലോലായി മുസ്ലിങ്ങളായിട്ട് അറിയപ്പെടുന്നില്ലല്ലോ എന്നൊരു ചോദ്യം ഇപ്പൊ നമ്മുടെ നാട്ടില് വെറുതെ ചൊറിഞ്ഞെടുക്കുന്ന ചില വഹാബികളൊക്കെ പറയാറുണ്ട് ഈ നിലക്കുള്ള സംഗതി. അതുകൊണ്ട് ഇതിന്റെ ഈ നിവാരണം, ഈ സംശയത്തിന്റെ ഉത്തരം വളരെ പ്രസക്താണ്. അതുകൊണ്ട് നല്ലോണം ആലോചിച്ച് കേട്ടോളീം. ഖാലൽ ഖഫാൽ, ഇമാം ഖഫാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നഹു ലം യസൽ ഫീ ദുർരിയതിഹിമാ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും സന്താന പരമ്പരകളിൽ ഉണ്ടായിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട്, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത വിധത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആര്? മയ്യഅബ്ദുല്ലാഹ വഹദഹു, അല്ലാഹനെ മാത്രം ആരാധിച്ചവർ, അഥവാ വലാ യുശ്രികു ബിഹി ശൈആ, അള്ളാഹിനോട് മറ്റൊരു ദൈവത്തെയും പങ്കു ചേർക്കാത്തവർ, ഒരു വസ്തുവിനെയും ഇബാദത്തിന്റെ വിഷയത്തിൽ പടച്ചോന് ഷെയർ കൂട്ടാത്ത കറകളഞ്ഞ തൗഹീദിന്റെ വക്താക്കൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും സന്താന പരമ്പരകളിൽ ഉണ്ടായിട്ടുണ്ട്. വലം തസലിർ റുസുലു മിൻ ദുരിയത്തി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പരമ്പരയിൽ നിന്ന് അതാ പ്രവാചകന്മാര് വന്നുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, വഖദ് കാന ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലത്തുണ്ടായിരുന്നല്ലോ സെയ്ദ് ബിനു അംർ ബിനു നുഫൈൽ, അതേപോലെ ഖൈസ് ബിനു സായിദ, വയുഖാലു, എങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ആൾക്കാരും അവരൊന്നും എന്ത് ചെയ്തിട്ടില്ലല്ലോ എന്ന് ഒരിക്കലും തന്നെ മോശമായ ഒരു റിപ്പോർട്ട് അവരെ കുറിച്ചില്ല. വയുഖാലു, പറയപ്പെടുന്നുണ്ടല്ലോ. അത് പറയപ്പെടുന്നുണ്ട് വെച്ചാൽ അന്തുള്ള മനുഷ്യന്മാരുടെ ഭാഗത്ത് തന്നെ എന്തുണ്ട്? ചർച്ച ഉണ്ട്. അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം ജദ്ദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബ് എന്നവർ, ആമിർ ബിനുൽ ലർബ് എന്ന ആളും, കാനു, അവരായിരുന്നു അലാ ദീനിൽ ഇസ്ലാമി, ഇസ്ലാം ദീനിന്റെ മേലിലായിരുന്നു. യുഖിറൂന ബിൽ ഇബ്ദാഇ വൽ ഇആദ വസ്സവാബി വൽ ഇഖാബി, ഈ ലോകത്തിന്റെ ആരംഭം അതേപോലെ തന്നെ ഇതിന്റെ അവസാനം ഇതൊക്കെ സമ്മതിക്കുന്നവരും പ്രതിഫലവും ശിക്ഷയും ഒക്കെ പിന്നീട് വരാനുണ്ടെന്നും സമ്മതിക്കുന്നവരായിരുന്നു അവർ. വയുവഹിദൂനല്ലാഹ തആല, അള്ളാഹുവിനെ അള്ളാഹുവിന്റെ ഏകത്വം സമ്മതിക്കുന്നവരുമായിരുന്നു അവർ. വലാ യഅ്കുലൂനൽ മൈതത, അവർ ശവം ഭക്ഷിച്ചിരുന്നില്ല. വലാ യഅ്ബുദൂനൽ ഔസാൻ, അവര് ബിംബങ്ങളെ ആരാധിക്കുകയും ചെയ്തിരുന്നില്ല. നോക്കൂ നിങ്ങൾ. അപ്പൊ വമിൻ ദുർരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക, അള്ളാഹുവേ ഞങ്ങളുടെ സന്താന പരമ്പരകളിൽ നിന്ന് നിന്നെ അനുസരിക്കുന്ന ഒരു സംഘം ആളുകള് എല്ലാ കാലത്തും നീ ഉണ്ടാക്കണേ എന്ന് ഇബ്രാഹിം നബി നടത്തിയ ദുആ.
അത് അള്ളാഹ് സ്വീകരിച്ചിട്ടില്ല എന്നെവിടെയില്ല. അപ്പൊ സ്വീകരിച്ചിട്ടില്ല എന്ന് എവിടെയില്ലെങ്കിൽ പിന്നെ സ്വീകരിച്ചിട്ടുണ്ടാവുന്ന മനസ്സിലാക്കേണ്ടത്. അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ മുസ്ലിങ്ങളായിട്ടൊരു വിഭാഗത്തെ ഇടക്ക് അറിയപ്പെടാതെ പോയത്? അതിന്റെ മറുപടിയാണ് റാസിമാം പറയുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്നവർ അവരൊരിക്കലും ബിംബാരാധകരായിരുന്നില്ല, അവരൊരിക്കലും തന്നെ മോശക്കാരായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരമ്പര അത് ശുദ്ധന്മാരുടെ പരമ്പരയാണെന്ന് അതാ മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മളെ വ്യക്തമാക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കളെ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഓടി നടക്കുന്ന ബിദ്അത്തിന്റെ വിഷലിപ്തമായ വാദങ്ങൾ അതൊരിക്കലും തന്നെ മുസ്ലിം ഉമ്മത്ത് ചെവിക്കൊള്ളേണ്ടതല്ല. അവരതൊരിക്കലും തന്നെ പരിഗണിക്കേണ്ട കാര്യവുമില്ല. അർഹമുർറാഹിമായ റബ്ബ് നമുക്കൊക്കെയും ഹഖ് മനസ്സിലാക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് വാരിന മനാസിക്കന എന്ന അടുത്ത ഭാഗം നമുക്ക് നാളെ സംസാരിക്കാം. അർഹമുർറാഹിമായ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. നിങ്ങൾക്ക് ദ്വാരക്കണമെന്ന് വസിയത്ത് ചെയ്ത് വാക്കുകൾ ചുരുക്കുന്നു. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആ കൂട്ടത്തിൽ എൻ്റെ പിന്നെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ അമ്മോശൻ, അതായത് ഏട്ടൻ പുതിയപ്പിള്ളയുടെ വാപ്പ, ഇന്ന് ആലിക്കുട്ടി കളപ്പുറത്തോട്ടത്തിൽ ആലിക്കുട്ടി സാഹിബ് എന്ന് പറഞ്ഞ ഇരുമ്പാലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള അദ്ദേഹം ഇന്ന് രാവിലെ മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പരലോകം സന്തോഷമായി കൊടുക്കുമാറാവട്ടെ. എല്ലാവരും ദ്വാർക്കുകയും അതേപോലെ തന്നെ മയ്യത്ത് നിസ്കരിക്കുകയൊക്കെ ചെയ്യണം. കളപ്പുറത്തോട്ടത്തിൽ ആലിക്കുട്ടി എന്നാണ് നമ്മളെ മയ്യത്ത് പിന്നെ പ്രാർത്ഥനകളിലൊക്കെ, ക്ലാസ് റൂമിലെ പ്രാർത്ഥനകളിലൊക്കെ അദ്ദേഹത്തെ കൂടി പങ്കെടുപ്പിക്കണമെന്ന് എല്ലാവരോടും ആവശ്യപ്പെടുന്നു. മയ്യിത്ത് നിസ്കാരത്തിലൊക്കെ ചേർക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അല്ലാഹു ബർസഖി ജീവിതം സന്തോഷമായി കൊടുക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വലിവാലിദീനാ വലിജമീഇൽ മുസ്ലിമീൻ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നല്ല പ്രധാനപ്പെട്ട ഒരു ലൈവ് ഇപ്പോൾ